4 കുരുന്നുകൾക്ക് പുതുജീവൻ പകർന്ന യാത്രയാകുന്ന ആലിൻ ഷെറിനെ വിട നൽകി കേരളം. നെടുങ്ങാടപ്പള്ളി CSI ദേവാലയത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മന്ത്രിമാരുമടക്കം ആലിന് അന്തിമോപചാരം അർപ്പിച്ചു. മാസം പ്രായമുള്ള കുഞ്ഞടക്കം 4 കുട്ടികൾക്ക് ജീവൻ പകുത്തുകൊടുത്താണ് ആലിന്റെ മടക്കം. അവളെ യാത്രയയക്കാൻ നാടൊന്നാകെ ഒത്തുചേർന്നു. മല്ലപ്പള്ളിയിലെ വീട്ടിൽ 3 മണിവരെ പൊതുദർശനം നടന്നു. ഉറ്റവരും ബന്ധുക്കളും നാട്ടുകാരും ആലിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. 2:30 വീട്ടിലെ പൊതുദർശനം പൂർത്തിയായി. തുടർന്ന് മൃതദേഹം നെടുങ്ങാടപ്പള്ളി CSI ദേവാലയത്തിലെത്തിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ളവർ ആലിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ CSI ദേവാലയത്തിലെത്തി. അവയവദാനത്തിൽ രാജ്യത്ത് തന്നെ മാതൃകയാണ് ആലിനെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ആലിന്റെ വൃക്ക ഏറ്റുവാങ്ങിയ 10 വയസ്സുകാരി ശ്രേയയുടെ മുത്തച്ഛൻ ചന്ദ്രനും അന്തിമോപചാരം അർപ്പിക്കാനെത്തി. ശുശ്രൂഷകൾക്ക് ശേഷം പത്തനംതിട്ട SP നേതൃത്വത്തിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി. ഔദ്യോഗിക ബഹുമതികൾ നൽകി 5 മണിയോടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ഫെബ്രുവരി 5-നാണ് കോട്ടയം പള്ളത്ത് വെച്ചുണ്ടായ അപകടത്തിൽ മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ ഇബ്രഹാമിന്റെയും ഷെറിന്റെയും 10 മാസം പ്രായമുള്ള കുഞ്ഞിന് ഗുരുതര പരിക്കേറ്റത്. വെള്ളിയാഴ്ച ആലിന് മസ്തിഷ്ക മരണം സംഭവിച്ചു. ഹൃദയം നുറുങ്ങുന്ന തീരാ ദുഃഖത്തിലും ആലിന്റെ അച്ഛനും അമ്മയും അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാറായി. ആലിന്റെ കരൾ, 2 വൃക്ക, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ എന്നിവയാണ് മാതാപിതാക്കൾ ദാനം ചെയ്തത്. ഇതോടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി ആലിൻ ഷെറിൻ. കണ്ണീരിനിടയിലും ആ കുഞ്ഞുമാലാഖ 4 കുടുംബങ്ങളിലെ പുഞ്ചിരിയാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.